ഞെട്ടിക്കുന്ന, നടുക്കുന്ന ഒരു വീഡിയോ വന്നിട്ടുണ്ട്. ഒരു പോലീസ് സാറ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. 10 മണിക്കൂർ കൊണ്ട് ഏകദേശം 4 കോടി ജനങ്ങൾ കണ്ട വീഡിയോ ആണ്. നിങ്ങൾ ഓരോരുത്തരും ക്ലിയറായിട്ട് ആ വീഡിയോ കാണണം. എൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു പോലീസ് സാറിൻ്റെ വായിൽ നിന്ന് ഇത്രയും നല്ലൊരു വാക്ക് വരുന്നത്. എന്താണ് സാറ് പറഞ്ഞത്? അത് ഞാൻ വെട്ടിത്തരാം. അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ്. CPMകാര് പറയുന്നത് ദൈവമില്ല, ദൈവമെന്ന മഹാശക്തി ഇല്ല, അതൊക്കെ വെറുതെയാണ്, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ തീർന്നു ജീവിതമെന്നാണ് LDFൻ്റെ നിരീശ്വരവാദികൾ പറയുന്നത്. എന്നാൽ ദൈവം വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ്, ഞാനെന്ന മഹാശക്തിയുണ്ട്, എന്നെ വിശ്വസിച്ചോളൂ എന്ന് ദൈവം വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ്. എന്താണ്? ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണ്, നമ്മുടെ രാഹുലിൻ്റെ കേസ്. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ വിഷയത്തിലേക്ക് കടക്കാം. മുമ്പൊക്കെ നമ്മളൊരു തെറ്റ് ചെയ്താൽ 10 വർഷമോ 15 വർഷമോ കഴിഞ്ഞിട്ടാണ് ദൈവം നമ്മളെ ശിക്ഷിക്കുന്നത്. എന്നാൽ നിലവിൽ അങ്ങനെയല്ല. ഞാൻ ഇന്നൊരു തെറ്റ് ചെയ്താൽ ഏകദേശം 1 മാസമോ അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ ദൈവം എന്നെ ശിക്ഷിച്ചു തുടങ്ങും. അതാണ് നിലവിലെ ട്രെൻഡ്. വിഷയം, നമ്മുടെ രാഹുലിനെ കുറിച്ച് ഷെഹനാസ് എന്ന വൃത്തികെട്ട വിഷമായ സ്ത്രീ എന്നെ ഷെഹനാസ് പീഡിപ്പിക്കാൻ വിളിച്ചു, എനിക്ക് മോശമായിട്ട് മെസ്സേജ് അയച്ചു എന്ന് പച്ചക്കളവ് പറഞ്ഞിട്ട് നമ്മുടെ രാഹുലിൻ്റെ വില കളയുമ്പോൾ ഷെഹനാസ് വിചാരിച്ചിട്ടില്ല ദൈവമെന്ന മഹാശക്തിയുണ്ട് എന്ന്. ഇന്ന് ഷെഹനാസിന് അറസ്റ്റ് വാറണ്ടാണ്. എവിടെ കണ്ടാലും ഷെഹനാസിനെ പൊക്കി അറസ്റ്റ് ചെയ്യണം. അത്രയും വലിയൊരു കേസാണ് ഷെഹനാസിനെതിരെ വന്നത്. ഷെഹനാസ് ഇപ്പോൾ നിലവിൽ നാട്ടിലില്ല, ദുബായിക്കോ എവിടേക്കോ മുങ്ങിയെന്നാണ് കേൾക്കുന്നത്. അതായത് ഒളിവിലാണ് ഷെഹനാസ്. അത്രയും വലിയ ശിക്ഷ മാസങ്ങൾക്ക് മുമ്പ് ദൈവം കൊടുക്കുകയാണ്. ഒരു കാര്യം പറയുകയാണ്, 10 കോടി രൂപ ഷെഹനാസിന് കൊടുക്കാൻ പറ്റുന്നില്ല, അത് വേറൊരു കേസാണ്. നമ്മുടെ രാഹുലിന് എത്രയും പെട്ടെന്ന് 10 കോടി കൊടുക്കണം. ഷെഹനാസ് കരഞ്ഞൊക്കെ മാപ്പ് ചോദിച്ചതാണ്, എന്നോട് പൊറുക്കണം രാഹുലെ, 10 കോടി എൻ്റെ കയ്യിലില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ. നമ്മുടെ വിഷയം അതൊന്നുമല്ല. ഞാൻ ഒരു പോലീസ് സാറ് പറഞ്ഞൊരു വിഷയം വെച്ച് തരാം. അതിനു മുമ്പ് റിണി എന്ന ജന്തുവിന് വീണ്ടും കല്ലേറാണ്. ഇന്നലെ റിണി രാഹുലിനെ കുറിച്ച് പറഞ്ഞ ആ ഒരു വീഡിയോ ക്ലിപ്പ് നിങ്ങൾ കേൾക്കണം. അതിന് ശക്തമായ മറുപടി ഞാൻ കൊടുക്കാം. അതിനുശേഷം ബാക്കി നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, ഒരു കാര്യം കൂടെ, റിനി ശരിക്കും മാരീഡ് ആണോ? അല്ലല്ല, ഞാൻ മാരീഡ് അല്ല. ശരിക്കും മാരീഡ് ആണോ എന്ന് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ്? മാരീഡ് ആണോ അല്ലയോ എന്ന് ചോദിച്ചാൽ പോരെ. എന്താണ് അങ്ങനെ ഒരു ചോദ്യം? കമന്റ് സെക്ഷൻ പറയുന്നുണ്ട് മാരീഡ് ആണോ അല്ലേ എന്നൊക്കെ, ട്രോളുകളിൽ ഒരുപാട് വരുന്നുണ്ട്. അത് ഞാനെന്തോ പരാതിക്കാരിയാണെന്ന് വിചാരിച്ച ആൾക്കാർ പറയുന്നതാണ്. ഞാനാണ് പരാതി കൊടുത്ത പരാതിക്കാരി എന്ന് വിചാരിച്ചിട്ട് പരാതിക്കാരികൾ മാരീഡ് ആണ് എന്നൊക്കെ വാർത്തകൾ വന്നത്. അപ്പൊ ഞാൻ ആയിരിക്കും പരാതിക്കാരി എന്ന് വിചാരിച്ചിട്ട് പറയുന്നത്. ഞാൻ മാരീഡ് അല്ല, ഞാൻ പരാതിക്കാരിയുമല്ല, ഞാൻ ആരുടെ പേരും പറഞ്ഞിട്ടുമില്ല, ഞാൻ ഒരാൾക്കെതിരെ പരാതിയും കൊടുത്തിട്ടുമില്ല. പിന്നെ എനിക്കിനകത്ത് യാതൊരു വിഷയവുമില്ല. ഐ എം നോട്ട് ആൻസറബിൾ ആക്ച്വലി. ഒരു കാര്യം ഞാൻ പറയുകയാണ്, റിണി, നിനക്ക് വേദനയാവാനല്ല ഞാൻ പറയുന്നത്. നിന്നെ കണ്ടാൽ എനിക്ക് എന്തോ ഒരു വെറുപ്പ് തോന്നുന്നുണ്ട്. ഓക്കെ, ഇവളെ കണ്ടു കഴിഞ്ഞാൽ, അതായത് ഞാനൊരു ആണായതുകൊണ്ട് ഞാൻ പറയുകയാണ്, നമുക്ക് ഇവളെ കാണുമ്പോൾ ഒരു 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 ഇതും തോന്നുന്നില്ല. ഇവൾ പറയുന്നത് ഇവൾക്ക് കുറേ പേര് എന്തൊക്കെയോ മോശമായിട്ട് മെസ്സേജ് അയക്കുന്നു, രാഹുൽ മാങ്കൂടത്തിൽ മോശമായിട്ട് മെസ്സേജ് അയക്കുന്നു. ഇവളുടെ തോന്നലാണ്. ഇവ പെണ്ണുങ്ങളോടൊരു കാര്യം പറയുക, നിങ്ങൾക്കും ചില ആണുങ്ങളെ കാണുമ്പോൾ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് നമുക്ക് കാണുന്ന പുരുഷന്മാരുടെ പവറാണ്. എനിക്ക് ഈ പെണ്ണിനെ കണ്ടിട്ട്, ഈ പെണ്ണെന്നല്ല, ഈ ഒരു അമ്മയെ കണ്ടിട്ട്, നല്ല വയസ്സായല്ലേ ഇവൾക്ക്, ഈ ഒരു അമ്മയെ കണ്ടിട്ട് ഒന്നും തോന്നുന്നില്ല. വെറുതെ പറയുകയാണ്. ഇങ്ങനെയുള്ള സ്ത്രീകളെയല്ല പുരുഷന്മാർ ആഗ്രഹിക്കുന്നത്. കുറച്ച് നീട്ടായിട്ടുള്ള, കാണാനൊക്കെ കുറച്ച് നീട്ടായിട്ടുള്ള പെൺകുട്ടികളാണ് ഇവളൊക്കെ. ഞാൻ പേഴ്സണലി സത്യം പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി ഛർദ്ദിക്കാനാണെന്ന് തോന്നുന്നത്. ഓക്കെ, ഞാൻ റിണിയെ മോശമാക്കിയിട്ടല്ല പറഞ്ഞത്, എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. റിണി അങ്ങനെ പറഞ്ഞത് കൊണ്ടാണ്, എനിക്ക് കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെയുള്ള ഒരു റിണിക്ക് രാഹുൽ ഒരിക്കലും മെസ്സേജ് അയക്കില്ല. രാഹുലിന് ഭ്രാന്താണോ? അപ്പോൾ ഞാൻ ഒരു വീഡിയോ ക്ലിപ്പും കൂടി വന്നിട്ടുണ്ട്, അത് ഞാൻ കുറച്ച് കഴിഞ്ഞ് വെച്ച് തരാം. അതായത് അച്ചായൻ, ടോണി അച്ചായൻ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും, പാവങ്ങളെ സഹായിക്കുന്ന ടോണി അച്ചായൻ. എന്നാൽ സീക്രട്ട് ഏജന്റ് എന്ന യൂട്യൂബർ പറയുകയാണ്, ഈ അച്ചായൻ പരമ കള്ളനാണ്, തെണ്ടിയാണ്, തെമ്മാടിയാണ്, ഇവൻ സഹായിക്കുന്നതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വിവാദമാണ്. എന്നാൽ ഞെട്ടിക്കുന്നൊരു വീഡിയോ ക്ലിപ്പ് വന്നിട്ടുണ്ട്. അതായത് അച്ചായൻ ഇന്നലെ പാവങ്ങൾക്ക് സഹായിച്ച വലിയൊരു വീഡിയോ ക്ലിപ്പാണ്. അത് ഞാൻ വെച്ച് തരാം. അതിനു മുമ്പ് പോലീസ് സാറ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും, ദ കേരള സ്റ്റോറി 2 എന്ന് പറഞ്ഞിട്ട്, ദ കേരള റിയൽ സ്റ്റോറി 2 എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിൻ്റെ 2ാമത്തെ ട്രെയിലർ വന്ന കാര്യം. അതിൽ മുസ്ലിമീങ്ങൾ ഹൈന്ദവരായ സ്ത്രീകൾക്ക് ഭീഷണിപ്പെടുത്തിയിട്ട് ബീഫ് കൊടുക്കുന്നുണ്ടെന്നാണ് ആ ഒരു സിനിമയിൽ പറയുന്നത്. അതിനെക്കുറിച്ചാണ് ഒരു പോലീസ് സാറ് പ്രതികരിക്കുന്നത്. അത് വെച്ചു തരുന്നതിന് മുമ്പ് ഒരു കാര്യം പറയുകയാണ്.
ഈ നാട്ടിൽ, ഈ ദുനിയാവിൽ, ഈ കേരളത്തിൽ ഒരു ദൈവമേ ഉള്ളോ, ഒരേ ഒരു മതമേ ഉള്ളോ. ആ മതം മനുഷ്യ മതമാണ്, ആ ദൈവം മനുഷ്യ ദൈവമാണ്. ഓക്കെ, അല്ലാതെ നമ്മളിവിടെ വർഗീയതയില്ലാതെ നല്ല രീതിയിൽ ജീവിക്കുമ്പോൾ നമുക്കിടയിൽ വർഗീയത കൊണ്ടുവരികയാണ്. ഞാനൊരു കാര്യം നോർത്ത് ഇന്ത്യക്കാരോട് പറയുകയാണ്. ഇവിടെ രാമൻ ഒന്നാണ്, മുഹമ്മദ് ഒന്നാണ്, വിൻസെന്റ് ഒന്നാണ്. ഞങ്ങളെല്ലാവരും ഒന്നാണ്, ഒരു ചോരയാണ്. ഞങ്ങളിൽ ഒരാൾക്ക് ഒരു ആപത്ത് സംഭവിച്ചാൽ ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടാണ്. ഞങ്ങൾ ഇലക്ഷൻ വരുമ്പോൾ എന്തെങ്കിലും പറയും, പക്ഷേ നിങ്ങൾ ഞങ്ങളെ തമ്മിലടിപ്പിക്കാൻ നോക്കണ്ട. ഓക്കെ, ഇല്ലാ കഥകളൊക്കെ കൊണ്ടുവന്നിട്ട് അതിനെക്കുറിച്ച് ഒരു പോലീസ് സാറ് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരും കേൾക്കണം. അതായത് വെറും 10 മണിക്കൂർ കൊണ്ട് 4 കോടി ജനങ്ങൾ കണ്ട ആ ഒരു വീഡിയോ ആണ്. ഓക്കെ, ഒരു കേരള സ്റ്റോറി ഞങ്ങൾ പറയട്ടെ. നിങ്ങൾ ഈ വീഡിയോ കണ്ടു നോക്കൂ. ഓടിക്കൊണ്ടിരിക്കുന്ന സ്വകാര്യ ബസ്സിന് തീ പിടിക്കുന്നു. രക്ഷാപ്രവർത്തനത്തിനായി പാഞ്ഞെത്തുന്ന നാട്ടുകാർ, ഫയർ എക്സ്റ്റിംഗ്വിഷറുമായി ഓടിയെത്തുന്ന കടയുടമകൾ, അവർ ബസിന്റെ ഡോർ പൊളിച്ച് യാത്രക്കാരെ സുരക്ഷിതരായി പുറത്തിറക്കും. ഇവിടെ അപരിചിതർ ആദ്യ രക്ഷാപ്രവർത്തകരായി മാറി. ഒരു ജീവനും നഷ്ടപ്പെട്ടില്ല, ആർക്കും പരിക്ക് പറ്റിയില്ല. ഇത് കേരളത്തിൽ ഒറ്റപ്പെട്ട സംഭവമല്ല. ഇവിടെ അപകട സാധ്യത ഉണ്ടായിരുന്നു, പക്ഷെ അതിനപ്പുറം രക്ഷാപ്രവർത്തനത്തിന് ധൈര്യത്തോടെ ജനങ്ങൾ ഒറ്റക്കെട്ടായി മുന്നിട്ടിറങ്ങി. ജനസുരക്ഷ എന്നത് പോലീസിന്റെയോ ഫയർഫോഴ്സിന്റെയോ മാത്രം ഉത്തരവാദിത്തമല്ല, അത് സമൂഹത്തിന്റെ കൂടി ഉത്തരവാദിത്തമാണെന്ന് ഈ പ്രിയപ്പെട്ടവർ തെളിയിച്ചു. പ്രസൻസ് ഓഫ് മൈൻഡ്, അതായത് മനസ്സാന്നിധ്യത്തോടു കൂടി ഇവിടെ നാട്ടുകാർ ഉണർന്ന് പ്രവർത്തിച്ചു. ഫയർ എക്സ്റ്റിംഗ്വിഷറുകൾ പ്രവർത്തനക്ഷമമായി സൂക്ഷിച്ച കടയുടമകൾ സമൂഹത്തോടുള്ള അവരുടെ പ്രതിബദ്ധത കാത്തു സൂക്ഷിച്ചു. പ്രതിസന്ധി സമയത്ത് ഒറ്റക്കെട്ടായി നിൽക്കുന്ന കേരള സംസ്കാരം നമുക്കിവിടെ കാണാം. ഒരു അപകടമുണ്ടായാൽ ആദ്യ നിമിഷങ്ങൾ വളരെ നിർണായകമാണ്. ഇവിടെ മാനവികതയാണ് ഏറ്റവും ശക്തമായ എമർജൻസി റെസ്പോൺസ് സംവിധാനം. മാനവിക മൂല്യങ്ങൾ കാത്തുസൂക്ഷിച്ച് ഒറ്റക്കെട്ടായി ഉണർന്ന് പ്രവർത്തിച്ച പ്രിയപ്പെട്ടവർക്ക് കേരള പോലീസിന്റെ അഭിനന്ദനം. ഇക്കാര്യം കൂടി ശ്രദ്ധിക്കണേ, ഫയർ എക്സ്റ്റിംഗ്വിഷറുകൾ അവ വേണ്ടിടത്ത് പ്രവർത്തനക്ഷമമായി സൂക്ഷിക്കണം. അടിയന്തര സാഹചര്യം ഉണ്ടായാൽ ഉടൻ തന്നെ 112 അറിയിക്കും. ഇത്തരത്തിലുള്ള കേരള സ്റ്റോറികൾ ഇവിടെ ഒന്നും രണ്ടുമല്ല. കൂട്ടായ്മയുടെ കഥകൾ കേരളത്തിൽ തുടർന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, ഞാനൊരു കേരളക്കാരനായതുകൊണ്ട് അഭിമാനിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, ഒരു പോലീസാണ് പറയുന്നത്. പോലീസ് സാറുമാർ പറഞ്ഞാൽ ഇത് അവർക്ക് വലിയ തിരിച്ചടിയാണ്. നമുക്കെല്ലാവർക്കും അറിയും കേന്ദ്രത്ത് BJP ആണ് ഭരിക്കുന്നത്. അതുകൊണ്ട് BJP കാണിക്കുന്ന നെറികേട്, വൃത്തികേട് ആരും വിളിച്ച് പറയുന്നില്ല, പേടിച്ചിട്ട്. ഞാനൊരു കാര്യം പറയുകയാണ് എൻ്റെ പൊന്നു പ്രേക്ഷകരെ, 3 ദിവസത്തെ ദുനിയാവാണ്. ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുമോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ മരിക്കുന്നുണ്ട്. നമ്മുടെ കുടുംബത്തിലേക്ക് ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കൂ, എത്ര പേരാണ് മരിക്കുന്നത്. ഇന്ന് പച്ചയ്ക്ക് കണ്ട മനുഷ്യന് നാളേക്കില്ല. ആ ഒരു ദുനിയാവിൽ എന്തിനാണ് നമ്മൾ വർഗീയത കൊണ്ടുവരുന്നത്? എന്തിനാണ് എന്തൊക്കെയോ പറഞ്ഞിട്ട് തമ്മിൽ തല്ലുന്നത്? നമുക്ക് കിട്ടുന്ന ഈ ഒരു ചെറിയൊരു ലൈഫ് നമ്മൾ അടിച്ചു പൊളിച്ച് ജീവിക്കണ്ടേ, വർഗീയത ഒന്നുമില്ലാതെ? അതുകൊണ്ട് ഈ സാറ് പറഞ്ഞത് വളരെ വളരെ നല്ല കാര്യമാണ്. സാറിന് ഞാൻ ബിഗ് സല്യൂട്ട് ഞാൻ കൊടുക്കുന്നു. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടി പറയുകയാണ്. വിഷയത്തിൽ ടോണി അച്ചായൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ പറയാം. നിങ്ങൾക്ക് ഈ ഒരു ക്രീം വേണോ? അതായത് വെറും എൻ്റെ സ്വന്തം പ്രൊഡക്റ്റാണ്. വെറും 7 ഡേയ്സ് കൊണ്ട് വെളുത്തിട്ട് പാറും. നല്ല, ഞാൻ വീണ്ടും പറയുന്നു, 3 ദിവസത്തെ ദുനിയാവാണ്. നിങ്ങൾ കറുത്തവരാണെങ്കിൽ, വെയിലത്ത് പോയിട്ടൊക്കെ കറുത്തവരാണെങ്കിൽ ഈ ക്രീം തേച്ച് കഴിഞ്ഞാൽ വെറും 7 ഡേയ്സിൽ നിങ്ങൾ വെളുക്കും. എൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ കൊടുത്തേക്കാം, കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തേക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കണേ, ബാക്കി ഞാൻ മെസ്സേജിൽ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ടോണി അച്ചായന് ഇന്നലെ സഹായിച്ച ആ ഒരു വീഡിയോ ക്ലിപ്പ് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കണം. ഓക്കെ, 2 കുഞ്ഞു കുട്ടികൾ, അവർ ലോട്ടറി വിറ്റ് നടക്കുവാണ്. അവർക്ക് സ്വന്തമായിട്ടൊരു വീടില്ല. വാടക വീട്ടിൽ നിന്ന് അവരെ ഇറക്കി വിട്ട് അവർ ചങ്ങനാശ്ശേരി പെരുന്നാൾ ബസ് സ്റ്റാൻഡിൻ്റെ മുകളിൽ അവർ താമസിക്കുകയാണ്. നീ കണ്ട ആളെ നേരിട്ട് കണ്ടപ്പോ നീ ഞെട്ടിപ്പോയോ? നീ ഇന്ന് എത്ര ലോട്ടറി വിറ്റു? ഇന്ന് 5 വിറ്റു. അമ്മയ്ക്ക് വയ്യാതിരിക്കുന്നു. ആ, അമ്മയുടെ സൈഡിൽ ന്യൂട്രിഷൻ ഇവിടെ ഒരു മുഖമുണ്ട്. ഹോസ്പിറ്റലിൽ കാര്യമായിട്ട് നടന്നപ്പം വീട്ടിലും വാടക കൊടുക്കാൻ കഴിഞ്ഞില്ല. അല്ല, അമ്മയ്ക്ക് ഈ ഹോസ്പിറ്റലും കാര്യമായപ്പോ എനിക്ക് സ്കൂളിൽ ലീവ് എടുക്കേണ്ട ആവശ്യമാണ്. സ്കൂളില് പോകാൻ പറ്റിയില്ല. പിന്നെ ഞാൻ ടീച്ചിങ് എഴുതി മേടിച്ചു. അനിയനൊരു കണ്ണ് കാണില്ല. എന്റെ കൂടെ ആണ് സ്കൂളിലേക്ക് വന്നോണ്ടിരുന്നത്. ഞാൻ സ്കൂളിൽ പോകാത്തോണ്ട് അവനും പോകാൻ പറ്റത്തോ. ഭർത്താവ് ഉപേക്ഷിച്ചു പോയി. പണിക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. മരുന്ന് യൂട്രസോട് ചേർത്ത് മുഴയെ തന്നെ യൂട്രസോട് ചേർത്ത് റിമൂവ് ചെയ്യേണ്ടി വരുമെന്ന് ഡോക്ടർ പറഞ്ഞു. ഞാനേ ഉള്ളൂ നിങ്ങൾക്ക് മുന്നോട്ട് പോകും. പഴയ അറിയില്ല. പഴയ പ്രാവശ്യം കഴിക്കാൻ നിന്നിട്ടുണ്ട്. കഴിക്കാതിരുന്നിട്ടുണ്ടോ? പാവുണ്ട്. രാത്രിയായാലും നിങ്ങളെ സുരക്ഷിതമായിട്ട് ഒരു സ്ഥലത്തേക്ക് കയറ്റിയാലേ എനിക്ക് സമാധാനമാവുള്ളൂ. ദിവസം തന്നെ പോയി സർജറി ചെയ്യാം. ഓക്കെ, ഓഫീസ് പഠിച്ചോണം.
ഇവിടെ താമസിക്കുന്ന കുറെ കാലത്തുള്ള വാടക ക്യാഷ് നിങ്ങൾക്ക് സാധനങ്ങളെല്ലാം അത് പിടിച്ചു ഒപ്പിച്ചോളാം. ചേച്ചിക്ക് മേല ചേച്ചി മുന്നോട്ട് ആരോഗ്യത്തോടെ കാണാൻ നമുക്ക് ആഗ്രഹമില്ല. ഈ 3 പേരും നല്ലൊരു ജീവിതം പുതുജീവിതം നിങ്ങൾ കൊടുക്കണം. നോക്കൂ, ഇത്ര നല്ല മനുഷ്യനാണ് ആരുണ്ട് ഈ ദുനിയാവിൽ ഇങ്ങനെ സഹായിക്കുന്നത്? എന്താ അല്ലേ, സത്യം പറഞ്ഞാൽ ഞെട്ടുകയാണ്. ഇങ്ങനെയുള്ള മനുഷ്യനെ പറയുകയാണ് അവൻ തെണ്ടിയാണ്, തെമ്മാടിയാണ്. സായിയോടൊരു കാര്യം പറയുകയാണ്, എൻ്റെ പൊന്നു സായി, നിന്നോട് സ്നേഹമുള്ളത് കൊണ്ട് പറയുകയാണ്, നമ്മൾ വിമർശിക്കാം, സഹായിക്കുന്നവരൊരിക്കലും വിമർശിക്കേണ്ട സായി. നീ ആർക്കെങ്കിലും സഹായിക്കുന്നുണ്ടോ സായി? നമ്മളെ കൊണ്ട് കഴിയുന്നില്ലെങ്കിൽ നമ്മൾ മിണ്ടാണ്ടിരിക്കാം. പറ്റുന്നുണ്ടെങ്കിൽ ഇങ്ങനെ സഹായിക്കുന്നവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കാം. ഇങ്ങനെയുള്ളവരെ സായി പറയുകയാണ് ഇവൻ വൃത്തികെട്ടവനാണ്, ഇവൻ സഹായിക്കുന്നതല്ല, തെമ്മാടിയാണെന്നൊക്കെ. വളരെ വളരെ തെറ്റാണ് സായി. ഓക്കെ, അപ്പോൾ ഏതായാലും ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യാം. രാഹുൽ മാങ്കൂളത്തിൽ മത്സരിക്കുമോ എന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട്. അതിനുള്ള ഉത്തരം ഏകദേശം നമുക്ക് കിട്ടിയിട്ടുണ്ട്. പാലക്കാടിൽ രാഹുൽ മാങ്കൂളത്തിൽ എന്തായാലും കോൺഗ്രസ് സീറ്റിൽ മത്സരിക്കില്ല എന്നാണ് നിലവിൽ കിട്ടുന്ന ഒരു ന്യൂസ്. അതിന് കാരണം പറയുന്നത് രാഹുൽ മത്സരിച്ച് കഴിഞ്ഞാൽ വീണ്ടും കേസ് വരും. 5 വർഷം രാഹുൽ മാറി നിൽക്കട്ടെ, ആ 5 വർഷത്തിൽ രാഹുലിൻ്റെ കേസ് രാഹുൽ തെറ്റുകാരനല്ല എന്ന് തെളിയിക്കട്ടെ, അതിനുശേഷം രാഹുൽ മത്സരിക്കട്ടെ എന്നാണ് കോൺഗ്രസിൻ്റെ ചില നേതാക്കൾ പറയുന്നത്. പിന്നീട് രാഹുൽ സ്വതന്ത്രനായി മത്സരിക്കുമോ എന്ന് കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. അതിനുള്ള സാധ്യത ഇന്നലെ വരെ ഉണ്ടായിരുന്നു, ഇന്ന് നിലവിലില്ല. കാരണം കോൺഗ്രസിൻ്റെ നേതാക്കൾ രാഹുലിൻ്റെ അടുത്ത് പോയിട്ട് രാഹുലെ നീ മത്സരിക്കേണ്ട രാഹുൽ എന്നൊക്കെ പറഞ്ഞിട്ട് രാഹുലിനെ പറഞ്ഞ് മനസ്സിലാക്കിയെന്നാണ് നിലവിൽ കിട്ടുന്ന വിവരം. അപ്പോൾ നമുക്ക് ഒരു വീഡിയോ ക്ലിപ്പും കൂടി കണ്ടിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അതിനു മുമ്പ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതായത് ഇന്നലെ ഓപ്പറേഷൻ നടത്തിയ ഒരു സമയത്ത് ഒരു ഏകദേശം 20 വർഷം മുമ്പാണ്. ഓക്കെ, വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. ആ യുവതി കരഞ്ഞുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ ഒരു മന്ത്രി പറയുകയാണ് ആ കത്രിക 10 വർഷമല്ല 20 അല്ല 30 വർഷം വയറ്റിലുണ്ടെങ്കിലും ഒരു പ്രശ്നവും ഇല്ലാന്ന്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. അതിനുശേഷം ആ മന്ത്രിക്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇത് വയറ്റിലുള്ളതുകൊണ്ട് ഒന്നും അറിയത്തില്ല. വെക്കാന്നല്ലേ, തെറ്റാണ്. പക്ഷേ വയറ്റിൽ ഇത് ഇരുന്നുകൊണ്ട് ഒന്നും അറിയാം. ഇത് പണ്ട് 20 കൊല്ലം മുമ്പ് വെച്ചതും ആകാം, ഇപ്പോൾ വെച്ചതാന്നുള്ളതിന് ഒരു തെളിവുമില്ല. ഇനിയിപ്പോൾ വല്ല കെമിക്കൽ ടെസ്റ്റ് കൊണ്ട് ഇൻസ്ട്രുമെന്റ് പഴക്കം കണ്ടുപിടിക്കുമോ? നിങ്ങൾ പറമ്പില് 20 കൊല്ലം മുമ്പ് മാവ് വെച്ചേക്കല്ലേ, കുറച്ച് കഴിയുമ്പോ പൂത്തിട്ട് ഒന്ന് മാങ്ങ പൊട്ടിച്ച് തിന്നാനി. ഒരു കുഴപ്പമില്ല. എത്ര വയറ്റില് കത്തിരിക കൊണ്ടുവച്ചിട്ടേ ആൾക്ക് പോകുന്ന അത്ര പോകുന്ന ഒരു കത്തിരിക ഒരാളുടെ വയറ്റിൽ കയറ്റി വെച്ചേക്കുക 20 കൊല്ലം മുമ്പ്. അപ്പൊ അന്നും ഈ അനാസ്ഥ എന്നുണ്ട്. കത്തിരിക ആയാലും എന്താണെങ്കിലും അപ്പൊ നിങ്ങൾക്കൊരു തെറ്റ് പറ്റിയത് തെറ്റാന്നല്ല പറയണത്, അതിനെ ന്യായീകരിക്കുക. അത് അവിടെ ഇരുന്ന ഒരു കുഴപ്പമില്ലാന്ന്. അത് അവിടെ ഇരിക്കുമ്പോ പിന്നെ പെറ്റോളും, പിന്നെ അത് ഇരട്ട പെറ്റോളും, പിന്നെ ബാക്കി പണി നിർക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഇങ്ങനെ പൊട്ടിച്ചെടുത്താൽ മതി ആൾക്കാരനൊക്കെ. വല്ലാത്ത ജാതി ആൾക്കാർ. എന്തെങ്കിലും ഒരു വീഴ്ച പറ്റി അതിന് നടപടി എടുത്ത് അത് പരിഹരിക്കുകയല്ല ചെയ്യണം. അതിനെ വന്നിട്ട് ഒരു ഉളുപ്പില്ലാണ്ട് പറയാണ് മാവും പ്ലാവൊക്കെ നട്ട പോലെ അതവിടെ ഇരുന്നോട്ടേന്ന്. വല്ലാത്ത ജാതികൾ. അപ്പൊ നിങ്ങളെ പരിപാടികൾ നടക്കട്ടെ, നമ്മളിവിടെയൊക്കെ തന്നെ ഉണ്ട് ചതറട്ടെ. എന്താ അല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിനൊക്കെ ന്യായീകരിക്കുന്നത് വളരെ വളരെ തെറ്റെന്ന് ഞാൻ പറയാം. അപ്പോൾ എന്തായാലും തൽക്കാലം വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോ നമുക്ക്